പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഹെബ്രായർ 13:15 അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷ സംബന്ധിക്കാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിൻ്റെ മുഴുവൻ നന്മകളും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ്റെ ഒരു ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ആമുഖത്തിൽ കർത്താവ് നൽകിയ മനോഹരമായ വചനം ഹെബ്രായ ലേഖനം 13:15 എല്ലായ്പ്പോഴും യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് സ്തുതിയുടെ ബലി നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഈശോ എന്ന നാമത്തെ, കർത്താവ് എന്ന് പറയുന്ന നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ആദ്യ ഫലങ്ങൾ ഉണ്ടാകുന്നത് ഇടവ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കും എന്ന് പറയുന്നത് പോലെ അധരങ്ങളുടെ ഫലം എന്ന് പറയുന്നത് ഈശോ എന്ന നാമത്തെ ഏറ്റുപറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് അവിടുത്തെ നാമത്തെ ഏറ്റുപറഞ്ഞ് ആരാധിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. കൈകളടിച്ച് യേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. പാപപരിഹാരാർത്ഥ പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥ പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്ത പാവനമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്ത പാവനമ പുണ്യനാമം.
യേശുനാമം അതിശയനാമം കേളേനിക്കുംബനാമം യേശുനാമം അതിശയനാമം കേളേനിക്കുംബനാമം. വലിയ ആനന്ദത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇനിമേൽ നിങ്ങൾ അന്യര പരദേശികളല്ല, കർത്താവിന്റെ നാമത്താൽ മുദ്രയപ്പെടലാണ്, ദൈവവനത്തിലെ അംഗങ്ങളാണ്. എണ്ണമറ്റ പാപം എടുത്തുമാറ്റി വിടുതൽ നൽകിയ ഈശോ. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം, എന്നിൽ കഴിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം, എന്നിൽ കഴിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കും മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കും മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. കൈകൾ ഉയർത്തി. യേശുനാമം അതിശയനാമം കേളേനിക്കുംബനാമം. യേശുനാമം അതിശയനാമം കേളേനിക്കുംബനാമം. കരങ്ങൾ താഴ്ത്തി അടിച്ച് വലിയ ആനന്ദത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നു, എന്റെ നാമം അനുസ്മരിക്കാൻ നിങ്ങൾ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തു വന്ന് നിങ്ങൾ അനുഗ്രഹിക്കും. ഈശോ എന്ന നാമത്തെ ഏറ്റുപാടുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തി ജീവിതങ്ങളിലും ഈശോ അടുത്തു വന്ന് അനുഗ്രഹിക്കുന്ന സമയമല്ലോ ഇത്. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന തിരുമുഖം വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന തിരുമുഖം വല്ലഭത്വമുള്ള നാമം. കൈകൾ ഉയർത്തി. യേശുനാമം അതിശയനാമം കേളേനിക്കുംബനാമം. യേശുനാമം അതിശയനാമം കേളേനിക്കുംബനാമം. യേശുനാമം അതിശയനാമം കേളേനിക്കുംബനാമം. യേശുനാമം അതിശയനാമം കേളേനിക്കുംബനാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന, ഈശോയെ ആരാധന ആരാധന. ഈശോ എന്ന നാമത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ആരാധിക്കുകയാണ്. ഈശോ എന്ന നാമത്തിന് മുൻപേ എല്ലാ മുട്ടുകളും മടങ്ങും. ഈശോ എന്ന നാമം വിളിക്കുമ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കും. ഈശോ എന്ന നാമം വിളിക്കുമ്പോൾ നാളുകളെ പൈശാചിക ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. ഈശോയെ 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 ഈശോയെ. നിരാശയുടെ കെട്ടുകൾ വിട്ടുമാറട്ടെ, തടസ്സങ്ങളുടെ കെട്ടുകൾ വിട്ടുമാറട്ടെ, പൈശാചിക ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. നാളുകളായിട്ടുള്ള ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചിന്ന ഭിന്നമായി വിടുതൽ പ്രാപിക്കട്ടെ. ഹല 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 ഹല. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഈശോ നാമത്തെ തുറക്കപ്പെടട്ടെ. ക്യാൻസർ രോഗികൾ ഈശോയുടെ വ്യാപരിക്കട്ടെ. നാളുകളെ രോഗത്തിന്റെ കെട്ടുകൾ ഈശോയുടെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല 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 ഹല. ഈശോയെ 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 ഈശോയെ. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, തലമുറകൾ വിടുതൽ പ്രാപിക്കട്ടെ, വംശങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങൾ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല ഹല ഹല. കുടുംബങ്ങളെ നാളുകളുടെ വഴക്ക്, കലഹം, ഭിന്നത, കെട്ടുകൾ ഈശോയുടെ നാമത്തിൽ സത്യം ഇപ്പോൾ വിട്ടൊഴിയട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സന്തോഷത്തോടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവവിദ്വേഷം വരുന്ന വഴികളെ തിരിച്ചറിയുക.
എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ പല പാപപ്രവണതകളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ഒരിക്കലും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ചില പാപത്തിൻ്റെ അവസ്ഥകളിൽ ചെന്ന് പെടുന്ന മനുഷ്യരെ കാണാൻ ഇടവന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിലും സഭാപ്രബോധനങ്ങളുടെ വെളിച്ചത്തിലും വിശുദ്ധാത്മാക്കളുടെ അവരുടെ കൃതികളുടെ വെളിച്ചത്തിലും പല കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു ആത്മീയ സത്യമെന്ന് പറയുന്നത്, ഒരു പ്രത്യേക പാപത്തിലേക്ക് ഒരു വ്യക്തിയെ ചാടിക്കാൻ പിശാച് തീരുമാനിച്ചാൽ ഒരിക്കലും ആ പാപത്തിലേക്ക് നേരിട്ട് വീഴിക്കാനല്ല വരിക, മറിച്ച് കുഴപ്പമില്ല, സാരമില്ല എന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയുന്ന പല വഴികളിലൂടെയും പല കാര്യങ്ങളിലൂടെയും ശത്രുക്കൾ കോട്ടയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നത് പോലെ പിശാച് കെണി വെച്ച് നുഴഞ്ഞു കയറുമെന്ന് വിശുദ്ധാത്മാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ദൈവ നിഷേധത്തിലേക്കും ദൈവ വിദ്വേഷത്തിലേക്കും ദൈവത്തെ തള്ളി പറയുന്നതിലേക്കും വന്ന ബൈബിളിലെ ചില കഥാപാത്രങ്ങളുണ്ട്. അതിലെ ഒരു കഥാപാത്രമാണ് 2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഉസിയ എന്ന് പറയുന്ന രാജാവ്. ഉസിയ രാജാവ് വളരെ ചെറു ബാലനായിരിക്കുമ്പോൾ തന്നെ രാജസ്ഥാനം ഏറ്റെടുത്തു. ഉസിയായുടെ കാലത്ത് അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. തൊടുന്നതെല്ലാം പൊന്ന് എന്ന് പറയുന്നത് പോലെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉസിയ എല്ലാത്തരം പ്രബലനായി കഴിഞ്ഞപ്പോൾ ഉസിയായെക്കുറിച്ച് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അഹങ്കാര പ്രമഥനായി തീർന്നു. തുടർന്ന് കാണുന്ന രംഗമെന്ന് പറയുന്നത്, ഈ അഹങ്കാരത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ വന്നപ്പോൾ പിന്നെ ഉസിയ ചെയ്യുന്ന കാര്യം നേരെ ദൈവിക കാര്യങ്ങൾക്കെതിരെ തിരിയുകയാണ്. ദേവാലയത്തിൽ ധൂപാർപ്പണം നടത്തണം, പുരോഹിതന്മാർ ചെയ്യേണ്ട പല പ്രവൃത്തികളുണ്ട്. എന്നാൽ അതെല്ലാം അവൻ തന്നെ അങ്ങോട്ട് കയറി ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ദൈവ നിഷേധത്വത്തിൻ്റെയും ദൈവ നിന്ദയുടെയും ഒരു കൂടപ്പിറപ്പ് എന്നതുപോലെ ഈ ഉസിയ അധപതിക്കുകയാണ്. ബൈബിളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റൊരു കഥാപാത്രമാണ് ദാനിയേൽ പ്രവചനത്തിൻ്റെ 5-ാമത്തെ അധ്യായം കാണുന്ന ബെൽഷാസർ എന്ന് പറയുന്ന രാജാവ്. ഈ രാജാവ് അഹങ്കാരം കൊണ്ട് അങ്ങോട്ടൊരു പ്രത്യേക അവസ്ഥയിലേക്ക് ചെന്നപ്പോൾ പിന്നെ ചെയ്യുന്ന കാര്യം എന്തറിയാവോ? അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും രാജ്ഞി പരിവാരങ്ങൾ അവർക്കെല്ലാം മദ്യപിക്കാൻ, വീഞ്ഞു കുടിക്കാൻ അവൻ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ പാത്രങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ അഹങ്കാരത്തിൽ നിന്ന് നേരെ ഒരു ദൈവ നിഷേധത്തിലേക്ക് വരുന്ന ഒരു ചാല് ബൈബിളിൽ ഇതുപോലെയുള്ള പല കഥാപാത്രങ്ങളുടെയും ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് 2094 ഖണ്ഡികയിലാണ്. ദൈവവിദ്വേഷം അഹങ്കാരത്തിൽ നിന്ന് വരുന്നു. അത് ദൈവസ്നേഹത്തിന് വിരുദ്ധമാണ്. അവിടുത്തെ നന്മയെ നിഷേധിക്കുന്നു. പാപങ്ങളെ നിരോധിക്കുകയും ശിക്ഷ നൽകുകയും ചെയ്യുന്ന അവിടുത്തെ ശപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമായിട്ടൊരു കാര്യം പഠിപ്പിക്കുകയാണ്. ദൈവനിഷേധം എന്ന് പറയുന്ന തിന്മ അത് വരുന്നത് അഹങ്കാരത്തിൽ നിന്നാണെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ എത്രയോ കൃത്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭയുടെ പ്രബോധനങ്ങളും വിശുദ്ധ വചനങ്ങളും. ഈ അഹങ്കാരത്തിൻ്റെ ഒരു ആരംഭം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് സാരമില്ല, കുഴപ്പമില്ല, അന്ന് കുമ്പസാരിച്ച് സിമ്പിളായിട്ട് അങ്ങനെ വിട്ട് കളഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് വിട്ട് കളയാൻ നിൽക്കരുത്. ഇത് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന ദൈവ നിഷേധം. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തെ തള്ളി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അതിലേക്ക് എത്തിക്കാൻ പിശാച് കൊണ്ടുവരുന്ന മാർഗമാണ് ഈ അഹങ്കാരം. ഒരു വ്യക്തിയിൽ അഹങ്കാരം ആരംഭിച്ചോ എന്നറിയാൻ ചില ലക്ഷണങ്ങളുണ്ട്. നമുക്കറിയാം, രോഗം നിർണ്ണയിക്കുന്ന പലപ്പോഴും പല ലക്ഷണങ്ങൾ നോക്കി നമ്മൾ വീട്ടിൽ രോഗം നിർണ്ണയിക്കും, ഡോക്ടർമാർ രോഗം നിർണ്ണയിക്കും എന്ന് പറയുന്നത് പോലെ ഒരു വിധത്തിൽ അഹങ്കാരം തുടങ്ങിയാൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു യോജിപ്പില്ലാത്ത അവസ്ഥ വരുമെന്നുള്ളത്. യോജിപ്പില്ല. അത് നമ്മൾ എവിടെയാണ് കാണുന്നത്? 1 തിമോത്തി 6:4, 1 തിമോത്തി chapter 6 verse 4.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ ഒരു കാര്യത്തിനോട് ചേർച്ചയില്ല, കുടുംബത്തിൽ ഒരു കാര്യത്തിനോട് അഭിപ്രായത്തോട് തുറവിയില്ല, ആത്മീയ കാര്യങ്ങളോട് ഒരു തുറവിയില്ല. എന്ത് കാര്യം പറഞ്ഞാലും നേരെ ഓപ്പോസിറ്റ് എന്തെങ്കിലും ഒരു തരത്തിൽ കാര്യം പറയും. എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒരു യോജിപ്പില്ലാതെ പ്രവർത്തിക്കുന്ന ചില സ്വഭാവ രീതികൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ആത്മശോധന ചെയ്യണം. ഇത് ഒരഹങ്കാരത്തിൻ്റെ ലക്ഷണമാണോ എന്ന് ആത്മശോധന ചെയ്യണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വചനത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? അതിനകത്ത് നിന്ന്, ഈ അഹങ്കാരത്തിൽ നിന്ന്, അതിനകത്ത് അസൂയ എന്ന് പറയുന്ന പാപം ഉണ്ടായി വരുന്നു. അസൂയ എന്ന് പറഞ്ഞ പാപം ഉണ്ടായി വരുന്നു. തർക്കങ്ങൾ, ഏറ്റുമുട്ടലുകൾ, ദുസ്സംശയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതും കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2540 ഖണ്ഡികയാണത്. അസൂയ മിക്കപ്പോഴും അഹങ്കാരത്തിൽ നിന്ന് വരുന്നു. മാമോദിസ മുങ്ങിയ വ്യക്തി വിനയത്തിൽ ജീവിക്കാൻ തന്നെ പരിശീലിപ്പിക്കണം. നീ വഴി ദൈവം വാഴ്ത്തപ്പെട്ടവനായി കാണാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നിന്റെ സഹോദരന്റെ പുരോഗതിയിൽ സന്തോഷിക്കുക. അപ്പോൾ തന്നെ നിന്നിലൂടെ ദൈവം മഹത്വീകൃതനാവും. ഹല്ലേലൂയാ. അപ്പൊ അഹങ്കാരത്തെ സഭ മൂലപാപങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. എന്താണ് മൂലപാപത്തിന്റെ പ്രത്യേകത? അതിനകത്തുനിന്ന് ബാക്കി ഒരുപാട് പാപങ്ങൾ ഉണ്ടായി വരുന്നു. അപ്പൊ നോക്ക് സഹോദരങ്ങൾ, സഭ പഠിപ്പിക്കുകയാണ്, അഹങ്കാരം ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് അസൂയ ഉണ്ടാവും. മറ്റുള്ളവരുടെ വളർച്ച സന്തോഷിക്കാൻ പറ്റുകയില്ല, അവരോട് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുകയില്ല, ദൈവത്തെ വാഴ്ത്തി സംസാരിക്കാൻ പറ്റുകയില്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരു വ്യക്തിയിൽ അഹങ്കാരം നാമ്പിട്ട് തുടങ്ങുന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണം, അഹങ്കാരമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. അതാണ് തിമോത്തിയോസ് ലേഖനം നമ്മൾ വായിച്ചത്. ദുസ്സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രഭാഷകന്റെ പുസ്തകത്തിലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 11 വേഴ്സ് 30. കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്, ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കൂട്ടിലടച്ച പക്ഷിക്ക് സ്വസ്ഥതയില്ല. അതിങ്ങനെ കൂട്ടിക്കിടന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ വിരലിൽ പിടിച്ച കൂട്ടിക്കിടന്ന് കറങ്ങുന്നത് പോലെ തന്നെയാണ് അഹങ്കാരിയുടെ മനസ്സ്. അവൻ എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തരുടെയും ദൗർബല്യങ്ങളും അവരുടെ ബലഹീനതകൾ കണ്ട് അതിങ്ങനെ കുറ്റപ്പെടുത്താനും പറയാനുള്ള പ്രത്യേക പ്രവണത, മറ്റുള്ളവർ നെഗറ്റീവ് കാണാനുള്ള പ്രകൃത, കുറ്റം കാണാനുള്ള പ്രകൃത, നന്മ കാണാൻ പറ്റാത്തത് കണ്ണടഞ്ഞു പോയ അവസ്ഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഹങ്കാരത്തിന്റെ നാമ്പ് ഒരു വ്യക്തിയുടെ മുള പൊട്ടുമ്പോൾ കാണുന്ന 3-ാമത്തെ ലക്ഷണം, ആ വ്യക്തിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടാൻ ആരംഭിക്കും. ഇത് വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 27 വേഴ്സ് 28. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു, പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അഹങ്കാരം ഉള്ളവരാണെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ദൂഷണം പറയുന്ന പ്രകൃത, മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ദൂഷണം, പരിഹാസം, നിന്ന. നിങ്ങൾ ഇന്ന് നോക്കേണ്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ ചില വ്യക്തികൾ അങ്ങനെ കാണാം, കമ്മ്യൂണിറ്റി ചില വ്യക്തികൾ അങ്ങനെ കാണാം, സമൂഹത്തിൽ ചില വ്യക്തികൾ കാണാം, എപ്പോഴും പരിഹാസം, എപ്പോഴും ദൂഷണം, എപ്പോഴും കുത്തുവാക്കുകൾ. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളിലേക്ക് നോക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരമുണ്ടെങ്കിൽ 4-ാമത്തെ ലക്ഷണമാണ് തിരുത്തലുകൾ നിരസിച്ചുകൊണ്ടിരിക്കും. തിരുത്തലുകളെല്ലാം നിരസിച്ചുകൊണ്ടിരിക്കും. ജോൺ ക്ലിമാക്കോസിനെ പോലെയുള്ള വിശുദ്ധര്, ദിവ്യാരോഹണത്തിൻ്റെ ഗോവണി എന്നൊക്കെ പറയുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങളുണ്ട്, സഭാപിതാക്കന്മാരുടെ പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്. തിരുത്തലുകൾ നിരസിക്കുന്നവൻ അഹങ്കാരത്തിൻ്റെ ചങ്ങലയ്ക്ക് അടിമപ്പെട്ടയാളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ തിരുത്തലുകൾ സ്വീകരിക്കുന്നവനാണെങ്കിൽ അഹങ്കാരത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് സ്വതന്ത്രനാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കുടുംബത്തിൽ ചിലപ്പോൾ മാതാപിതാക്കന്മാർ മക്കളെ തിരുത്തും,
ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു കമ്മ്യൂണിറ്റിയാണ് സുപ്പീരിയർ ചിലപ്പോൾ തിരുത്തും, ചിലപ്പോൾ ഇട വികാരിച്ചും തിരുത്തും, അല്ലെന്നുണ്ടെങ്കിൽ സഭയിലൊരു നേതാവ് തിരുത്തും. അങ്ങനെ തിരുത്തലുകൾ വരുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്ത വിധം പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിലൊരു പ്രത്യേക പിറുപിറുപ്പും കിരികിരിപ്പും വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, അഹങ്കാരം പിടിമുറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇത് ദൈവനിഷേധത്തിലേക്കാണ് എത്തിക്കുക. തുടർന്ന് ജോൺ ക്ലിവാക്കോസ് പറയുന്നത് ഇങ്ങനെയാണ്: അഹങ്കാരത്തിൻ്റെ ആരംഭം ആത്മപ്രശംസയുടെ പൂർത്തീകരണമാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ ഇങ്ങനെ ആത്മപ്രശംസ, സ്വയം പുകഴ്ത്തൽ, നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ അയവെട്ടി അതിനെക്കുറിച്ച് ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ, അങ്ങനെ ഒരു വ്യക്തിയിൽ ആത്മപ്രശംസയുടെ ചിന്തകൾ ഇങ്ങനെ കുറേ വന്നാൽ, ആത്മപ്രശംസ മൂത്ത് കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ആരംഭമായി. അതാണ് അഹങ്കാരത്തിൻ്റെ ആരംഭം ആത്മപ്രശംസയുടെ പൂർത്തീകരണമാണെന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ, ആത്മപ്രശംസയെ വളരെ കർശനമായി ബൈബിൾ നിരോധിക്കുന്നുണ്ട്. യാക്കോബ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, സെന്റ് ജെയിംസ് ചാപ്റ്റർ 4:16, നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു, ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്. അപ്പോൾ യാക്കോബ് ശ്ലീഹ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു വെക്കുക, ആത്മപ്രശംസ വലിയ തിന്മയാണ്. കാര്യമല്ല, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുമെങ്കിലും ഇത് വലിയ തിന്മയാണ്. കാരണം എന്താ സഹോദരങ്ങളെ, ഈ ആത്മപ്രശംസയിൽ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ അത് കുറച്ച് മൂത്ത് അഹങ്കാരത്തിലേക്ക് എത്തും. ഇങ്ങനെ അഹങ്കാരം മൂത്ത് ദൈവനിഷേധത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് ശ്രീകാ പറയുന്നത്, ആത്മപ്രശംസ മാറ്റിക്കളയണം. കർത്താവിനെയാണ് പ്രശംസിക്കേണ്ടത്, കർത്താവാണ് നമ്മളെ പ്രശംസിക്കേണ്ടത്, നമ്മളല്ല പ്രശംസിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ നാമ്പ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആധ്യാത്മിക മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഒരുപോലെ പലതരത്തിലുള്ള തകർച്ചകൾ വരും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന പല തകർച്ചകളുടെയും ഒരു കാരണം ഈ അഹങ്കാരമാണോ എന്ന് ആത്മശോധന ചെയ്യണം. അപ്പോൾ അതിനൊരു വിടുതൽ പ്രാപിക്കാതെ ഡെലിവറൻസ് മേടിച്ചിട്ട് കാര്യമില്ല, അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കാതെ കരഞ്ഞു നിറവിച്ച് പ്രാപിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു മേഖലയിൽ വിടുതൽ ആദ്യം പ്രാപിക്കണം. എന്താണ് അഹങ്കാരം ഉണ്ടാക്കുന്ന തകർച്ചകൾ? ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ തകർച്ചയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും ദൈവൈക്യം കിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കലും ദൈവൈക്യം കിട്ടില്ല. വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ 1139 ഖണ്ഡികയിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമഹത്വത്തിനായി യത്നിക്കുന്നുവെന്ന വ്യാജേന എന്നാൽ യഥാർത്ഥത്തിൽ സ്വന്തം മഹത്വത്തെ കാംക്ഷിക്കുന്ന അഹങ്കാരവും സ്വാർത്ഥ സ്നേഹം കൊണ്ട് നിറഞ്ഞ അവർക്ക് എങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കും? ഇപ്രകാരമുള്ള കാര്യം കാണുമ്പോൾ എൻ്റെ ഹൃദയം വളരെ വേദനിക്കുന്നു. അപ്രകാരമുള്ള ആത്മാവിന് എപ്രകാരം ദൈവവുമായി ഗാഢബന്ധം പുലർത്താൻ സാധിക്കും? ഇവിടെ കർത്താവുമായിട്ടുള്ള ഐക്യം ആലോചിക്കുകയേ വേണ്ട. എൻ്റെ സഹോദരങ്ങൾ, എത്ര കഠോരമാണെന്ന് ചിന്തിച്ചു നോക്ക്. ദൈവവുമായിട്ടുള്ള ബന്ധം ആലോചിക്കുക പോലും വേണ്ട, ചിന്തിക്കുക പോലും വേണ്ട. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അനുഭവം കിട്ടുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ ഉള്ളിൽ ഈ ആത്മപ്രശംസയുടെയും അഹങ്കാരത്തിൻ്റെയും അടിവേരുകളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. Praise the Lord. Praise the Lord. കാരണം എളിമയുള്ളവരെ മാത്രമേ ദൈവം ഉയർത്തുകയുള്ളൂ എന്ന് വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം, ജെയിംസ് ചാപ്റ്റർ 4:6, അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ കൃപയുടെ അഭിഷേകം കർത്താവ് തരണമെങ്കിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എളിമ വരണം. ദേവാലയത്തിൽ എളിമപ്പെടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരിലും നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എത്രമാത്രം എളിമപ്പെടുന്നുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. രണ്ടാമത്, ഭൗതിക മണ്ഡലത്തിലുണ്ടാകുന്ന തകർച്ച വലിയ വിനാശവും അരാജകത്വവും വരുത്തും. അത് നമ്മൾ വായിക്കുന്നത് തോബിത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിന്റെ ആ നടുഭാഗത്താണ്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, അഹങ്കാരം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അരാജകത്വം. അരാജകത്വം എന്ന് പറഞ്ഞാൽ എന്താ? രാജാവില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരും നിയന്ത്രിക്കാനില്ല, എല്ലാം കുത്തഴിഞ്ഞ പോലെ, എല്ലാം തകർച്ചയിലേക്ക്, വിനാശം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിന് 18-ാമത്തെ വാക്യം,
അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പറഞ്ഞ പ്രധാനമന്ത്രി പോകുമ്പോൾ, പ്രധാനമന്ത്രി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുമ്പ് പൈലറ്റ് വാഹനങ്ങൾ ഫ്രണ്ടിൽ പോകും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വ്യക്തി ജീവിതത്തിൽ വലിയ തകർച്ച വരുന്നതിൻ്റെ മുന്നോടിയാണ് എൻ്റെ സഹോദരങ്ങളെ ഈ അഹങ്കാരത്തിൻ്റെ വരവ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ചോദ്യമുണ്ട്, ഈ ആത്മപ്രശംസയെ, ഈ അഹങ്കാരത്തെ എങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റും? അതിന് സഭ കൃത്യമായിട്ട് ഉത്തരം നൽകുന്നുണ്ട്. സഭാപിതാക്കന്മാർ അതിന് പറയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കം. ഹല്ലേലൂയ. എളിമപ്പെട്ട് ജീവിക്കുക, കീഴ്വഴങ്ങി ജീവിക്കുക, വിധേയപ്പെട്ട് ജീവിക്കുക, വിനയം ആർജിക്കുക. ഇത് തന്നെയാണ് അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗം. രണ്ടാമത്തെ ഒരു മാർഗമെന്ന് പറയുന്നത് എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ എന്താണ് അഹങ്കാരം എന്ന് പറയുന്നത്? ദൈവത്തിന് മഹത്വം നൽകാത്ത അവസ്ഥയാണ് അഹങ്കാരം. റിലക്റ്റന്റ് ടു ഗീവ് ഗ്ലോറി ടു ഗോഡ് ഈസ് പ്രൈഡ്. ദൈവത്തിന് മഹത്വം നൽകാത്ത അവസ്ഥയാണ് അഹങ്കാരം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിസാര കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ജോൺ ക്ലെമാക്കോസ് അതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാണ്. അതായത് ഈ ആത്മപ്രശംസ, അഹങ്കാരം ആദ്യം ദൈവത്തെ നേരിട്ട് നിഷേധിക്കുകയല്ല, മറിച്ച് കൃതജ്ഞതയിൽ ആഹാരം കണ്ടെത്തും. എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ് നന്ദി പറയുന്നതെന്ന് പറയുമെങ്കിലും ഉള്ളിൽ തന്നെ പുകഴ്ത്തുകയാണ്. Praise the Lord. Praise the Lord. അതുവഴി വലിയ നാശത്തിലേക്ക് ചെന്ന് ചാടുമെന്ന് പറയാം. അതുകൊണ്ട് എൻ്റെ സഹ വളരെ സിൻസിയറായിട്ട്, ആത്മാർത്ഥമായിട്ട് എപ്പോഴും എല്ലാ കാര്യത്തിനും ദൈവത്തിന് മഹത്വം സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തുറന്നു വരുന്ന ആരാധന സമയത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വലിയൊരു വിടുതൽ നമ്മൾ പ്രാപിക്കണം എന്ന് മാത്രമല്ല, എളിമയുടെ കൃപ കൊണ്ട് നമുക്ക് നിറയുകയും ചെയ്യണം. കർത്താവിനെ ആരാധിക്കുന്ന സമൂഹത്തിൽ കർത്താവ് തൻ്റെ ശക്തി പ്രകടമാക്കും. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് നന്നായി ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ കർത്താവായ യേശുവേ, ഇപ്പോൾ ഈ ആരാധനയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരുടെ മേൽ അവിടുന്ന് കരുണയോടെ നോക്കണമേ. കർത്താവേ, അഹങ്കാരത്തിന്റെയും ഭാവത്തിന്റെയും എല്ലാ വിധത്തിലുള്ള അഹന്തതയുടെയും എല്ലാ വിധത്തിലുള്ള ദൈവനിഷേധത്തിന്റെയും നിരീശ്വര ചിന്തയുടെയും യുക്തി ചിന്തയുടെയും എതിർപ്പിന്റെയും അസൂയയുടെയും മലിനീകരണ പ്രകൃതങ്ങളുടെയും തിരുത്തൽ നിരസിക്കുന്ന അവസ്ഥകളുടെയും എല്ലാ സ്വാധീനങ്ങളും ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, നാളുകളായി രോഗത്താൽ ദേശിക്കപ്പെട്ടിരിക്കുന്ന, രോഗത്താൽ കെട്ടപ്പെട്ടിരിക്കുന്ന, രോഗത്താൽ ദേശിക്കപ്പെട്ടിരിക്കുന്ന, രോഗത്താൽ കെട്ടപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ശരീര രോഗത്തിന്റെ കെട്ടുകൾ ഈശോയുടെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ദൈവമേ, സാമ്പത്തിക മേഖലകളിൽ നാളുകളാൽ തടസ്സപ്പെടുന്ന കുടുംബങ്ങൾ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ എന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ എന്നീ ജനതയിൽ ഒഴുകട്ടെ. സൗഖ്യം വിടുതൽ എന്നീ ജനതയിൽ ഒഴുകട്ടെ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ.